പ്രപഞ്ചത്തിൻ്റെ വലിയൊരു രഹസ്യം ഞാൻ കണ്ടെത്തി. അത് നിങ്ങളുടെ ജീവിതത്തെ 10 സെക്കൻഡിൽ മാറ്റുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗ്രിഗറി റസലിന്റെ ഒരു മനോഹരമായ ഫോർമുലയാണ്. അദ്ദേഹം യാദൃശ്ചികമായി കണ്ടെത്തിയ ഒരു രഹസ്യമാണ്. യൂണിവേഴ്സ് റിവാർഡ്സ് ബോൾഡ് ആക്ഷൻസ്. ധീരമായ പ്രവൃത്തിക്ക് നമ്മൾ സമ്മാനിതരാകുമെന്ന്. ഭാഗ്യം എപ്പോഴും ധീരരെ അനുകൂലിക്കുന്നുവെന്നത് വളരെ സത്യമാണ്. കാരണം എപ്പോഴൊക്കെ ധൈര്യത്തോടെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ജീവിതം മെച്ചപ്പെട്ടതായി അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചുവെന്ന് ഗ്രിഗറി പറയുന്നു. ഫോർച്യൂൺ ഫേവേഴ്സ് ദി ബോൾഡ് എന്ന വാക്യം വെറുമൊരു വാക്യമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു ഫോർമുലയാണെങ്കിലോ എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. നമുക്ക് എന്ത് ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല ഉള്ളത്. ഇതിനെ ഭാഗ്യമെന്ന് വിളിക്കാം. എന്നാൽ നമ്മൾ എത്ര ധീരത കാണിക്കുന്നുവെന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. ജീവിതത്തിൽ ധീരത കൂടുതലായി പ്രകടിപ്പിച്ചാൽ ഭാഗ്യവും അതിനനുസൃതമായി വർദ്ധിക്കുമെന്ന് അദ്ദേഹം അനുമാനിച്ചു. ഈ ചിന്തയെ ആദ്യമായി പരീക്ഷിച്ച രസകരമായ ഒരു സംഭവം ഗ്രിഗറി പറയുന്നുണ്ട്. അയാൾ കഫേയിലിരുന്ന് പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാൾ അവളെ കണ്ടത്. മറുവശത്തെ ടേബിളിലിരുന്ന അവളുമായി ഐ കോണ്ടാക്ട് കൊണ്ടുവന്നതും അയാളുടെ ശരീരത്തിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന അനുഭവമാണ് അയാൾക്കുണ്ടായത്. മറ്റൊരു പുരുഷന്റെയും സ്ത്രീയുടെയും കൂടെയാണ് അവൾ ഉണ്ടായിരുന്നത്. എന്തിനാണെന്നറിയില്ല, എങ്കിലും അവളോട് സംസാരിക്കണമെന്ന് മാത്രം അയാൾക്കറിയാമായിരുന്നു. ആഹാരത്തിന് ശേഷം അയാൾക്ക് കിട്ടിയ റെസീറ്റിന്റെ പിന്നിൽ അയാൾ തന്റെ പേരും ഫോൺ നമ്പറും കുറിച്ചു. അതിവേഗത്തിലിടിക്കുന്ന നെഞ്ചും വിയർക്കുന്ന ഉള്ളം കൈയുമായി അയാൾ എഴുന്നേറ്റ് നിന്നു. ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും സീറ്റിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അയാൾ ആ ടേബിളിനരികിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ വിനയഭാവത്തോടെ അയാൾ ചോദിച്ചു, ഒരു നിമിഷത്തേക്ക് അവരുടെ സംസാരം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് വിരോധമുണ്ടോ എന്ന്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പുരുഷൻ അല്പം കൺഫ്യൂസ്ഡായി, എന്നാൽ സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. അയാൾ താൻ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്ന സ്ത്രീയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ വളരെ ക്യൂട്ടാണ്. തീർച്ചയായും നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടാകേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതെന്റെ പേരും ഫോൺ നമ്പറുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റെസീറ്റ് അയാൾ ടേബിളിലേക്ക് നീക്കി വെച്ച ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി. അവൾ ആ നമ്പറിലേക്ക് വിളിച്ചോ? അന്ന് വൈകിട്ട് തന്നെ അവൾ തിരികെ വിളിച്ചു. 2 ആഴ്ച മുൻപ് അദ്ദേഹം അവരുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയായിരുന്നു. ഈ ടെറിഫയിങ് ആയ ഭയപ്പെടുത്തുന്ന ആക്ഷൻ എടുക്കാൻ 10 സെക്കൻഡോളം വേണ്ടി വന്നുള്ളൂ. അതിനയാൾക്ക് തിരികെ പ്രതിഫലമായി തന്റെ ജീവിതത്തിലെ മികച്ചൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നേടാൻ സാധിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം തന്റെ ടെസ്റ്റിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. ധീരമായ പ്രവൃത്തിക്ക് പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളതിന്. അങ്ങനെ 100 ദിവസത്തെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു, അപരിചിതരായ ആളുകളോട് സംസാരിക്കുന്നതിൽ. അങ്ങനെ ആദ്യത്തെ ദിവസം ഒരു അപരിചിതമായ വ്യക്തിയുടെ വീടിന്റെ വാതിലിൽ അദ്ദേഹം മുട്ടി. വാതിൽ തുറന്ന വ്യക്തിയോട് തന്റെ കൂടെ അല്പനേരം നടക്കാൻ വരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. നോ എന്നാണ് മറുപടി ലഭിച്ചതെങ്കിലും വാതിലിൽ മുട്ടുന്നതിനും വാതിൽ തുറക്കുന്നതിനുമിടയിലുള്ള നിമിഷങ്ങളിൽ വളരെ വർഷങ്ങളായി തോന്നാതിരുന്ന ഒരു ഊർജ്ജസ്വലത, അലൈവ്നെസ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. 4-ാമത്തെ ദിവസം മറ്റൊരാളുടെ വാതിലിൽ മുട്ടിയപ്പോൾ ഒരു സ്വിംസ്യൂട്ട് ധരിച്ച് ഒരു ബീച്ച് ടവലുമായാണ് അദ്ദേഹം നിന്നിരുന്നത്. വാതിൽ തുറന്നപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു ധീരമായ ചോദ്യമാണ് ചോദിച്ചത്. താങ്കളുടെ സ്വിമ്മിംഗ് പൂളിൽ ചാടുവാൻ എനിക്കൊരു അവസരം ലഭിക്കുമോ എന്ന്. വാതിൽ തുറന്ന വ്യക്തി അല്പനിമിഷം നിശബ്ദമായി തിരിച്ച് തുറിച്ചു നോക്കിയ ശേഷം പൊട്ടിച്ചിരിച്ചു. അദ്ദേഹത്തെ അതിശയിപ്പിച്ചുകൊണ്ട് യെസ് പറഞ്ഞു. അവസാനം തന്റെ സ്വിമ്മിംഗ് പൂളിൽ ചാടുന്ന ഒരു ഷോർട്ട് വീഡിയോയും അയാൾ എടുത്തു. ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ 3,50,000 വ്യൂസ് അതിന് ലഭിച്ചുവെന്നത് ബോൾഡ് ആക്ഷൻ എടുക്കുന്നത് ആളുകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്നതിന് വലിയ തെളിവാണ്. ശേഷമുള്ള 96 ദിവസവും അദ്ദേഹം അപരിചിതരോട് പല ധീരമായ ചോദ്യങ്ങളും ചോദിച്ചു. തന്റെ കൂടെ കുക്കീസ് ബേക്ക് ചെയ്യുമോ? ഒരു റൈഡ് കൊടുക്കുമോ? $100 കടമായി തരുമോ? ഡെലിവറി ബോയോട് അയാളുടെ ട്രക്ക് ഓടിക്കട്ടെ എന്നും കൺസ്ട്രക്ഷൻ തൊഴിലാളിയോട് അയാളുടെ റോഡ് റോളർ ഓടിക്കട്ടെ എന്നും അങ്ങനെ പല ചോദ്യങ്ങളും. പലപ്പോഴും തിരസ്കരണങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അയാൾ ഒരിക്കൽ പോസ്റ്റ് ഓഫീസിൽ വെച്ച്
നല്ല മീശയുള്ളവർക്ക് ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന രസകരമായ ചോദ്യത്തിന്റെ ഫലമായി $4 സേവ് ചെയ്തതും അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ഓർക്കുന്നു. ഈയൊരു ഫോർമുല നൂറുകണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. പുസ്തകം എഴുതുന്നതിനും കരിയർ മാറുന്നതിനും പാർട്ട്ണറെ കണ്ടെത്തുന്നതിനും ഭയത്തെ നേരിടുന്നതിനും അങ്ങനെ പല മാറ്റങ്ങൾക്കും ഈ 5 വാക്കുകൾ കാരണമായെന്ന് ഗ്രിഗറി പറയുന്നു. ദ യൂണിവേഴ്സ് റിവാർഡ്സ് ബോൾഡ് ആക്ഷൻ. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ എത്ര ധൈര്യമുള്ളവരാണെന്ന് നമുക്ക് നിയന്ത്രിക്കാം. കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വന്ന് അല്പം വിയർക്കാൻ തയ്യാറായി നോ പറയുന്നത് കേൾക്കാൻ സന്നദ്ധരായാൽ പ്രതിഫലം ലഭിക്കുമെന്നതിൽ സംശയമില്ല. ബോൾഡ് ആക്ഷൻ എന്നത് നിങ്ങളെ അല്പം ഭയപ്പെടുത്തുന്നു, എന്നാൽ അതിനേക്കാൾ കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ്. അത് സത്യത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ധൈര്യം വളർത്തിയെടുക്കുവാനും ഭയത്തെ ഫേസ് ചെയ്യുവാനും. അതിൽ ഏറ്റവും മികച്ച കാര്യം എന്നത് അതാർക്കും ചെയ്യാൻ സാധിക്കുമെന്നതാണ്. മാജിക് സംഭവിക്കുന്നത് റെഡിയാകുന്നതിന് മുൻപ് തന്നെ ആക്ഷൻ എടുക്കുമ്പോഴാണ്. ഓർത്തിരിക്കേണ്ടത് ആകെ ഇത് എടുക്കുന്നത് 10 സെക്കൻഡോളമുള്ള ധൈര്യമാണ് എന്നതാണ്. ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ബോൾഡ് ആക്ഷൻ ഏതാണ്? അത് താഴെ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുവാൻ മറക്കില്ലല്ലോ. അത് ചിലപ്പോൾ പ്രയാസകരമായ ഒരു ഫോൺ കോൾ ചെയ്യുന്നതായിരിക്കാം, ഒരു പേ റേസിനായി ചോദിക്കുന്നതായിരിക്കാം. എന്നാൽ ഏറ്റവും മോശമായി സംഭവിക്കുന്നത് ഒന്നുമില്ല, നത്തിങ് ആണ്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും എന്നത് മാത്രമാണ്. എന്നാൽ ഏറ്റവും മികച്ചതായി നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് അതിരുകളില്ല. ഒരു മനോഹരമായ വാക്യമുണ്ട്. ലൈഫ് ഷ്രിങ്ക്സ് ഓർ എക്സ്പാൻസ് ഇൻ പ്രൊപ്പോർഷൻ ടു വൺസ് കറേജ്. അതിന് കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ധീരമായ പ്രവൃത്തിക്ക് നമ്മൾ സമ്മാനിതരാകുമെന്നുള്ളത്.